അതെ, നമുക്ക് വള്ളിക്കാവിൽ പോവാം. നമ്മുടെ സ്വന്തം വള്ളിക്കാവ്. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ ഞങ്ങൾ വരുന്നത് വള്ളിക്കാവിലേക്കാണ്. ഞങ്ങളുടെ ഇവിടെ ചായക്കട ഇല്ലാത്തതുകൊണ്ടല്ല, മനോജൻ്റെ കടയിൽ നിന്ന് ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മനോജണ്ണൻ, മനോജൻ്റെ വൈഫ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഗുരുമന്ദിരത്തിന് സൈഡിലായി തുടങ്ങിയ ചായക്കടയത്. ഒരുപാട് നാളായി ചായക്കട ഇവിടെ വന്നിട്ട്. ബജ്ജിക്ക് 5 രൂപയാണ്, ബാക്കി എല്ലാ കടികൾക്കും 10 രൂപയാണ്. അമൃതയിലെ പിള്ളേരെ കൊണ്ട് ഭയങ്കര തിരക്കായി ചായക്കടയിൽ. ഞങ്ങൾ 2 വിത്തൗട്ട് ഹോർലിക്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നിയുടെ കൈയൊക്കെ പൊള്ളി, ഞങ്ങൾക്ക് വിത്തൗട്ട് മതിയായിരുന്നു. വേറെ സ്നാക്സ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഗൂഗിൾ പേ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് അമൃതയിലെ കോളേജിൻ്റെ അടുത്തോട്ടാണ്. ഇതാണ് അമൃത വിശ്വവിദ്യാപീഠം, എൻജിനീയറിംഗ് കോളേജാണ്. ഈ നാട് ഇത്രയും ഡെവലപ്പായി നിൽക്കുന്നത് ഈ ഒരു കോളേജിൻ്റെ വരവിനോട് കൂടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പുറത്തു നിന്നൊക്കെ ഒത്തിരിയും സ്റ്റുഡൻസാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഈ നാട്ടിലും കാണുമല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പാലത്തിൻ്റെ അടുത്തോട്ടാണ് പോയത്. പാലത്തിനടുത്ത് ഒരുപാട് കൊച്ചു കൊച്ചു കടകളുണ്ട്. ഇതൊരു ആൻറ്റിക് ഷോപ്പാണ്. ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ വർക്കലയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതാണ് വള്ളിക്കാവിലെ പാലം. ഇതിൻ്റെ സൈഡിലും ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. രുദ്രാക്ഷമാല, അത് ഇത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ. പിന്നെ ഇവിടെ ഏത് സമയം നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടും വെള്ളമൊക്കെ പോകുന്നതാണ്. കാരണം ഇവിടെ ഉള്ളവരുടെ മെയിനായിട്ടുള്ള ജോലി മീൻപിടുത്തം. നല്ല ഫ്രഷ് മീൻ എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ പാലം ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പം അവിടെ ബീച്ചാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്പായിട്ടുള്ള ബീച്ചൊന്നുമല്ല, എന്നാൽ കുറച്ച് പീസായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കണ്ടോ, എല്ലാവരും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ. ആശ്രമം ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് ഇവരൊക്കെ എപ്പോഴും ഏത് സമയത്ത് ഇവിടെ വന്നിരിക്കും. അവർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തി പിള്ളേരെയൊക്കെ കണ്ടു. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഞങ്ങളും പിന്നെ കുറേ നേരം നടന്ന് വെയിലൊക്കെ കൊണ്ട് അത് കഴിയുമ്പോൾ കുറേ പേര് മെഡിറ്റേഷനായിട്ട് ഇരിക്കുന്നത് കാണാം, കുറേ പേര് പാട്ടൊക്കെ പാടുന്നത് കാണാം. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പാലം ഇറങ്ങി. ഈ പാലത്തിനൊരു ചരിത്രമുണ്ട്. ഇത് 2006 ഡിസംബർ 20 APJ വന്ന് ഇനോഗ്രേഷൻ ചെയ്ത പാലമാണ്. നമ്മുടെ സുനാമിക്ക് ശേഷമാണ് ഈ പാലം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, മനോജൻ്റെ കടയിൽ നിന്ന് സ്നാക്സ് കഴിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടെ റെഡ് മോമോസിൻ്റെ ഷോപ്പുണ്ട്. റെഡ് മോമോസ് ഷോപ്പിൽ കയറി ഞങ്ങൾ മോമോസ് ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ്. എനിക്കും ഭയങ്കര ഫേവറേറ്റാണ്. അങ്ങനെ ഞങ്ങൾ മൊജിറ്റോയും പിന്നെ തന്തൂരി മോമോസ് ആയിരുന്നു. പിന്നെ അമീറിന് പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ.